വേണ്ടേ പായസം കുടിക്കാനായിട്ട് പോവുകയാണേ. അപ്പം ഞങ്ങൾ ഇന്ന് സിൻഡ ഫ്രഷ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ UAE-ലൊക്കെ ഉള്ളവർക്കെല്ലാം അറിയായിരിക്കും. സിൻഡ ഫ്രഷ് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അതിന്റെ മെയിനായിട്ട് അവർക്കുള്ള സംഭവം പാലട പായസം. അപ്പം ഞങ്ങൾക്ക് ഇന്ന് പാലട പായസം കിട്ടി. ഞങ്ങളത് കുടിക്കാൻ പോകും. അപ്പൊ ഇത് ചിൽഡ് പായസമാണ്. ഇതിന്റെ ഹോട്ടും ഒക്കെ ഉണ്ട്. ഇത് ചിൽഡാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് നമ്മൾ ഷാർജ മുവൈലയിലെ അവരുടെ ബ്രാഞ്ചിൽ നിന്നാണ് മേടിച്ചത്. അവർക്ക് വേറെ ദുബൈയിലും ഒക്കെ ബ്രാഞ്ച് ഉണ്ട്, പിന്നെ ലുലുവിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ മറ്റേ ഫ്രീസറിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിവേ ഇന്ന് നമ്മൾ ഇത് നല്ലൊരു ബോട്ടിലാണ് കേട്ടോ, ഗ്ലാസിന്റെ ഒരു ബോട്ടിലാണ്. ഇനി അടുത്ത് വാ. ഇപ്പൊ സാമലൂട്ടം വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. എനിവേ ഇപ്പോഴത്തേക്കും സിൻഡ ഫ്രഷുകാരുടെ ഇതാണ് സിൻഡ ഫ്രഷിന്റെ അവരുടെ മെനു. അവർക്ക് പാലട പായസം ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരാൾക്കുള്ളതുണ്ട്, 4 പേർക്കുള്ളതുണ്ട്, 6 പേർക്ക്, അങ്ങനെ പല ഇതുണ്ട്, പല കാറ്റഗറി ഉണ്ട്. അതുപോലെ അത് ഹോട്ട് ആയിട്ടുള്ളത്. പിന്നെ ചിൽഡ് ഇത് ഈ ബോട്ടിലാണ്. ചിൽഡിന്റെ ചിൽഡ് ഇതുപോലെ 200 ml ബോട്ടിലാണ്. ഇതിന് 10 dirhams ആണ്, 10 dirhams ആണ് പെർ ബോട്ടില് ചിൽഡിന്. പിന്നെ അവർക്ക് വേറെ അതുപോലെ തന്നെ, പക്ഷെ അവരുടെ എല്ലാത്തിന്റെയും ബേസ് ഈ പാലട പായസമാണ്. മിക്കതിന്റെയും ഈ പാലട പായസമാണ്. അതുപോലെ വേറെ ട്രീറ്റ്സ് ഒക്കെ ഉണ്ട്. എല്ലാത്തിനും ബേസ് ഈ പാലട പായസമാണ്. പിന്നെ അതുപോലെ ഇവർക്ക് മറ്റേ ഇതുണ്ട്, ബോളിയുണ്ട്, പിന്നെ സ്കൂപ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാത്തിലും പാലട പായസമാണ് മെയിനായിട്ട്. അതെ അതെ, സ്മൂതി ഒക്കെ എല്ലാം പാലട പായസമാണ്. ഇത് ഓക്കെ, നല്ല ബോട്ടിലും നല്ല പാക്കിങ്ങും ഒക്കെ കേട്ടോ. ഇതിന് നല്ല എക്സ്പയറി ഡേറ്റും ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഇന്ന് 8-ാം തീയതി ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ. 21-ാം തീയതി വരെ ഇതിന് എക്സ്പയറി ഉണ്ട് ചിൽഡിന് കേട്ടോ. കാണാമോ? ഓക്കെ, ഇത് മറ്റേ കത്തി വേണം തോന്നുന്നു. ഇതിങ്ങനെ ലോക്കാണ്. ഇത് അകത്തണം. ഇല്ല പറ്റത്തില്ല. പൊട്ടിച്ചോ, എന്റെ കൈ തന്നുന്നത്. അല്ല എണ്ണ ഞാനേ ഇതോടെ പൊട്ടിച്ചാ ചോദിക്കേ, ഇതൂടെ പൊട്ടിക്കണം. മിടുക്കനാണല്ലോ. അപ്പൊ ദേ ഒഴിക്കും. പാലട വീഴുന്ന കണ്ടോ? 200 ml ഒരു ഗ്ലാസ് ഇല്ല. ഒരു ഗ്ലാസ് ഒരെണ്ണം. ഓക്കെ, അത് കുറച്ചു നേരം കുഞ്ചി വെച്ച കുറച്ചു നേരം കുഞ്ചി വെക്കണം. ഇത് സാമിലൂട്ടം കുടിക്കും. നോക്കട്ടെ, ഭയങ്കര ബിൽഡപ്പ് ഒക്കെയാണ്. ഭയങ്കര FM-ലും ഒക്കെ ഭയങ്കര പരസ്യമാണ് ഇതിനകത്ത്. പിന്നെ അപ്പൊ പിന്നെ നമുക്കൊന്ന് നോക്കാം. നല്ലതാ, ഒത്തിരി മധുരമൊന്നുമില്ല. പിന്നെ എന്നാ പറയുന്നത്, കുഴപ്പമില്ല, നല്ലതാണ്. നമ്മൾ ഇത്തവണയും ഇങ്ങോട്ട് പോന്നപ്പം നമ്മൾ പഴയടത്ത് പോയി കഴിച്ചായിരുന്നു. ഒരു പിങ്ക് കളറാണ്, നേരിയ ഒരു പിങ്ക് കളറ്. നല്ലതാണ് കേട്ടോ. കുടിച്ച് ചെല്ലുമ്പം ഒരു വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ ഒരുപാട് മധുരമൊന്നുമില്ല. ഭയങ്കര നല്ലൊരു ഇതുണ്ടോ, ഇങ്ങനെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണേ. ഒരുപാട് മധുരമില്ല. നമ്മുടെ സാധാ പായസമൊക്കെ പോലെ വാരിക്കോരി മധുരമൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ ക്രീമിയാണ്. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു, ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ നമ്മുടെ പഴയടത്ത് നിന്ന് കഴിച്ചില്ലേ, അടപ്പായസം കഴിച്ചില്ലേ, ഇതിൻ്റെ അകത്ത് എനിക്കൊന്ന് പഞ്ചസാരയാണ് ചേർത്തേക്കുന്നതെന്ന് തോന്നുന്നു. മറ്റേ നമ്മൾ പഴയടത്ത് നിന്ന് കഴിച്ചത് ഇതായിരുന്നു, ഏതാ, ശർക്കരയുടെയാണ്. എനിക്കതാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. ഇത് ഇഷ്ടപ്പെട്ടു, ഇഷ്ടക്കേടൊന്നുമില്ല. അപ്പം ഒരു പടി മുകളിൽ നിൽക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സിൻഡ ഫ്രഷ് ഒന്ന് കഴിച്ചു. പിന്നെ വല്ലതും പറയാനുണ്ടോ? അത്രയേ ഉള്ളൂ. നെറ്റ് നോക്കിയാൽ മതി, ഇവരുടെ എല്ലാ സൈറ്റുകളും എല്ലാ സംഭവം അവിടെ കിടപ്പുണ്ട്. പക്ഷെ 11:30 ആകുമ്പോഴെങ്ങാണ്ട് ഇവർ തുറക്കത്തുള്ളൂ രാവിലെ. അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പോകാവുള്ളൂ. എല്ലാം കിട്ടും നമുക്ക്. 1 ലിറ്ററിന്റെ ബോട്ടിലും അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടും. ഇപ്പോൾ ഓണത്തിനും പായസം ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് നേരെ അങ്ങോട്ട് ചെന്ന് പായസം മേടിക്കാം. പക്ഷെ പാലട മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്.
കൂടുതലും അങ്ങനെയാണ്. ഇപ്പോൾ ഈ മെനു ആണെങ്കിലും നോക്കിയപ്പോഴും അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്നാ പറയുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിന് പാലട ഇഷ്ടമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്യാം. എന്താ ഒരു വട്ടം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലല്ലേ, ചിലർക്ക് മധുരം കൂടുതൽ ഇഷ്ടമായിരിക്കും, ചിലർക്ക് മധുരം കുറച്ച് ഇഷ്ടമായിരിക്കും. അതൊക്കെ നിങ്ങൾ നോക്കുക.